+1 + സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അവർ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മറ്റൊന്നും തന്നെയല്ല, നോട്ട്സ് തയ്യാറാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത്രയും സബ്ജക്റ്റിൻ്റെ, ഇത്രയും ചാപ്റ്റേഴ്സിൻ്റെ, ഇത്രയും കണ്ടൻറ്റ് നോട്ട്സ് തയ്യാറാക്കുന്ന ആ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ അതും പഠിക്കാനായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാമെന്ന് അനവധി വിദ്യാർത്ഥികളാണ് പറയുന്നത്. നിങ്ങളുടെ ഈ പഠനഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് ശരീരത്തിൻ്റെ അഗ്നി ബാച്ചിനകത്ത്, +1ൻ്റെയും +2ൻ്റെയും അഗ്നി ബാച്ചിനകത്ത് ഇൻസ്റ്റാലേൺ, മൈൻഡ് മാപ്പ് എന്നീ 2 പ്രധാന ഫീച്ചേഴ്സ് ഉള്ളത്. മറ്റാരും തന്നെ നൽകാത്ത ഒരു കിടിലനായിട്ടുള്ള ഫീച്ചറാണിത്. ഈ ഒരു ഫീച്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വളരെ ഷോർട്ടായിട്ടുള്ള കിടിലനായിട്ടുള്ള നോട്ട്സ്, അതിനെയാണ് ഇൻസ്റ്റാലേൺ എന്ന് പറയുന്നത്. നിങ്ങളൊന്നും തന്നെ തയ്യാറാക്കേണ്ട ആവശ്യമില്ല, നിങ്ങളൊന്നും തന്നെ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. അതല്ല, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന ആപ്പിനകത്ത് തന്നെ ഒരു ചാപ്റ്ററിൻ്റെ മുഴുവൻ കണ്ടൻറ്റും ഒരൊറ്റ പേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കിടിലനായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. കേരളത്തിലെ മറ്റേത് പ്ലാറ്റ്ഫോമും മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഏറ്റവും കിടിലനായിട്ടുള്ള സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ എടുത്തു പറയേണ്ട അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മുടെ ആപ്പിനകത്ത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചുതരാം. നോക്കുക, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മൈ ബാച്ചസ് ക്ലിക്ക് ചെയ്യുന്നു. മൈ ബാച്ചസിൽ ക്ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ ബാച്ചാണോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതെല്ലാം ഇവിടെ കാണാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിളിന് ഇപ്പോൾ +1 അഗ്നി ബാച്ച് എടുക്കുകയാണ്. +1 അഗ്നി ബാച്ചിനകത്ത് എടുത്തു കഴിഞ്ഞാൽ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ഞാൻ കെമിസ്ട്രി ക്ലിക്ക് ചെയ്യുന്നു, എൻ്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ. ദെൻ അതിലിപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സാണ് അവിടെ കാണുന്നത്. സം ബേസിക് കൺസ്ട്രക്ട് കെമിസ്ട്രി എടുത്തു കഴിഞ്ഞതാണ്. അതിനോടൊപ്പം സ്ട്രക്ചർ ഓഫ് ആറ്റം എടുത്തുകൊണ്ടിരിക്കുകയാണ്. സം ബേസിക് കൺസ്ട്രക്ട് കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ലെക്ചർ കാണാം, നോട്ട്സ് കാണാം, അതിനോടൊപ്പം DPP കാണാം. DPP എന്ന് പറയുന്നത് ഓരോ ചാപ്റ്ററിലെയും ഓരോ ദിവസവും നിങ്ങൾക്ക് തരുന്ന ലൈവ് ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ആ ഒരു ലൈവ് ക്ലാസ്സിൽ എന്താണോ ഡിസ്കസ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന MCQ ക്വസ്റ്റൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. DPP PDF ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ മൈൻഡ് മാപ്പും ഇൻസ്റ്റാളേണും കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ മൈൻഡ് മാപ്പിൽ ക്ലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതാ വളരെ ഈസി ആയിട്ട് ഒരൊറ്റ പേജ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾ കാണാവുന്നതാണ് സം ബേസിക് കൺസ്ട്രക്ട് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റും ഉൾപ്പെടുത്തിയിട്ടുള്ള കിടിലനായിട്ടുള്ള മൈൻഡ് മാപ്പ്. അതുപോലെ തന്നെ നമ്മൾ തൊട്ട് പിറകിലോട്ട് വരികയാണെങ്കിൽ നമ്മളവിടെ കണ്ടിരുന്നു ഇൻസ്റ്റാലേണെന്ന്, അല്ലേ? അപ്പോൾ ഇൻസ്റ്റാലേണിലേക്ക് ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ചാപ്റ്ററിൻ്റെ കിടിലനായിട്ടുള്ള ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഓരോരോ പേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സെക്കൻഡ് പേജാണിത്. അതിനോടൊപ്പം തന്നെ അടുത്ത പേജ് നോക്കുക. കിടിലനായിട്ട് ആദ്യത്തെ മാറ്റർ എന്താണെന്ന് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഓരോരോ പേജുകളിലോട്ട് കടന്നാൽ മുഴുവൻ കാര്യങ്ങളും വളരെ കളർഫുള്ളായിട്ട് ഇക്വേഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കിടിലനായിട്ടുള്ള നോട്ട് തന്നെയാണ് ഇൻസ്റ്റാലേൺ എന്ന് പറയുന്നത്. ഈ ഇൻസ്റ്റാലേണോ മൈൻഡ് മാപ്പ് കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ മണിക്കൂറുകളോളം നോട്ട് എഴുതാനുള്ള സമയം നിങ്ങൾക്ക് ലാഭിക്കാവുന്നതാണ്. അത്രയും സമയം ഇരുന്ന് പഠിക്കാവുന്നതാണ്. ഈ ഒരു ഫീച്ചർ നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്ഥലത്തിൻ്റെ അഗ്നി ബാച്ചിൽ +1 +2 അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇതിനോടകം തന്നെ 10,000 വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന അഗ്നി ബാച്ചിൽ ഇനിയും അഡ്മിഷൻ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 995400 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിടിലനായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും അതിന് പുറമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റാളാണ് മൈൻഡ് മാപ്പ് എക്സാം സീരീസ് എല്ലാത്തിലൂടെയും കടന്നു പോകാവുന്നതാണ്. അതിനാൽ തന്നെ ഇനിയും ഒട്ടും സമയം വൈകിക്കരുത്. ഉടനെ തന്നെ താഴേക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഉടനെ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക. അടുത്ത ബാച്ച് മുതൽ തന്നെ ക്ലാസ്സിൽ ഇരുന്ന് തുടങ്ങി. ഓക്കെ.